ഇന്ന് കർത്താവ് എവിടെയാണ് ആയിരിക്കുന്നത്? നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്. അത് നിങ്ങളുടെ അകത്തിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാതെ ഈ കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും. ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ അകത്ത് കർത്താവ് ഇരിക്കുക. കസ്തൂരിമാൻ അതിന്റെ സുഗന്ധം എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ വേണ്ടി കസ്തൂരിമാൻ എന്ത് ചെയ്യുന്നു? അന്വേഷിച്ച് നടക്കുക. ഇത് എവിടെ നിന്നായി മണം? ഭയങ്കര സുഗന്ധം. ഇത് എവിടെ നിന്നാണ്? പക്ഷേ ആ മാനിന് അറിയത്തില്ല ആ മാനിന്റെ ശരീരത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അകത്ത് സുഗന്ധപൂർണമായി യേശു ഇരിക്കുന്നു. പക്ഷേ നമ്മൾ ഓരോ നാളും പാസ്റ്റർമാരിൽ അന്വേഷിക്കുന്നു. ആ പാസ്റ്ററിന്റെ അകത്ത് നിന്ന് വല്ലതും കിട്ടുമോ? ആ ചർച്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? അപ്പോൾ നമ്മളെല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് കർത്താവ്? എവിടെ നിന്നാണ് ഈ സുഗന്ധം? എവിടെ നിന്ന് നന്മ കിട്ടും? എവിടെ നിന്ന് വിടുതൽ കിട്ടും? പക്ഷേ ദൈവം പറയുന്നു, നിങ്ങളുടെ അകത്ത് കർത്താവ് ഇരിക്കുന്നു. പൗലോസ് പറഞ്ഞ ഏറ്റവും വലിയ വെളിപ്പാടാണ്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു.